ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കെട്ടിയർ വ്ളോഗ്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരക്കായലിൻ്റെ നടുവിൽ വരുന്നൊരു കുഴി, ആ ഒരു കുഴി വറ്റിച്ച് നമ്മളെ സുഹൃത്തുക്കൾ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീൻ പിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഒരു മീൻ പിടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്നാണ് നമ്മൾ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു താമരക്കായലാണ്, അതായത് ഈ ഒരു കുഴിയുടെ ചുറ്റുഭാഗവും താമര കൃഷി ചെയ്യുന്നതാണ്. ഈ ഒരു കുഴിയിലും താമര കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചുറ്റുഭാഗമുള്ള വെള്ളമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കുഴിയിലാവും മീനുകളൊക്കെ ഒതുങ്ങാറ്. ഈ ഒരു കുഴി ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു കുഴിയുണ്ട്, അങ്ങനെ കുറച്ച് കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ല താഴ്ചയുള്ളൊരു കുഴി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മീനുകൾ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രത്തോളം മീൻ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എത്രത്തോളം മീൻ ഈ ഒരു കുഴി വറ്റിച്ച് കിട്ടി എന്നുള്ള കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഴിയുടെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു എൻജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കുഴിയുടെ മറ്റേ അറ്റത്തും ഒരു എൻജിൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എൻജിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുഴിയിലുള്ള വെള്ളം അടിച്ചു വാർക്കുന്നത്. അപ്പോൾ വെള്ളം വിടുന്നത് ഏകദേശം ഈ ഒരു സൈഡിലുള്ളത് ഈ ഒരു കുഴിയുടെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഈ ഒരു കണ്ടത്തിലോട്ടാണ് അടിച്ചു വാർക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം നല്ല രീതിയിൽ അങ്ങോട്ട് ഒഴുകി പോകാനായിട്ട് ചാലൊക്കെ വെട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകാനായിട്ട്. അതുപോലെ മറ്റേ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ സൈഡിലുള്ള വെള്ളം അതിന് തൊട്ടപ്പുറത്തുള്ള ആ ഒരു കണ്ടത്തിലോട്ടാണ് ആ ഒരു വെള്ളം അടിച്ചു വിടുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിൽ മുഴുവനായിട്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻജിൻ വെച്ചത് ഇന്നലെ ഏകദേശം ഒരു 3 മണി 4 മണി വൈകിട്ടൊരു 4 മണിക്കാണ് ഇതിൽ എൻജിൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കുഴിയുടെ മുകൾ വശം വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ വെച്ചതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴേക്ക് ഏകദേശം വെള്ളം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കുഴിയുടെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയൊരു കുഴിയുണ്ട്. അതുപോലെ ആ ഒരു എൻഡ് ഭാഗത്തും അവിടെ കുറച്ച് താഴ്ചയുള്ള ഏകദേശം ഒരാൾക്ക് താഴ്ചയുള്ള ഒരു വേറൊരു കുഴി കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കുഴിയിലോട്ടൊക്കെ ആയിട്ട് വെള്ളം ഏകദേശം ഇപ്പോൾ ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു സൈഡിലായിട്ട് ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് കുറച്ച് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങി മീൻ പിടുത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീൻ പിടുത്തം മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് റെയിൽവേ പോകുന്നുണ്ട്. അതിലൂടെ ട്രെയിനൊക്കെ പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അത് കിട്ടുന്ന വരാലുകളൊക്കെ അവരെ കയ്യിലുള്ള ഒരു കൈവലയിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കുഴിയുടെ സെൻറ്റർ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു താമരയുടെ ഇല ഉള്ള ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മളെ സിലോപ്പി, ചക്കപ്പൊണ്ണൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് മീനുകൾ ഒരുപാട് ഇതിലുണ്ട് എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞു മുഹമ്മദാക്ക. അപ്പോൾ കുഞ്ഞു മുഹമ്മദാക്കാൻ്റെയാണ് ഈ ഒരു താമരക്കുണ്ട്. അപ്പോൾ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായി ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താമരയുടെ ചണ്ടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ തപ്പി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മളെ മറ്റൊരു സുഹൃത്ത് നല്ല സൈസുള്ളൊരു സിലോപ്പി പിടിച്ചത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേ കിട്ടിയ സിലോപ്പിയെ കാണാൻ കഴിയും, നല്ല സൈസുള്ള സിലോപ്പിയാണ്. അപ്പോൾ അതേ അതിവിടെ കരക്കുള്ള ഒരു സുഹൃത്തിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ അവിടെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ ഒരു താമരയുടെ ഇലയും അതുപോലെ ചണ്ടിയൊക്കെ വെട്ടി നികത്തി അതിനടിയിലൊക്കെ വരാലുകൾ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തപ്പി പിടിച്ച് കിട്ടുന്ന മീനുകളൊക്കെ അവരെ കയ്യിലുള്ള ഒരു കൈവലയിലോട്ടാക്കി അവിടെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി ഇടാൻ അവിടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള വരാല്, അതുപോലെ പൊരിക്ക്, അനാബസ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ സിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു കുഴിയുടെ സെൻറ്റർ ഭാഗത്തോട്ട് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു താമരയുടെ ഇലയും ചണ്ടിയൊക്കെ മുകളിലോട്ട് സൈഡിലോട്ടൊക്കെ ആയിട്ട് കയറ്റിയിടുന്നത് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു സുഹൃത്തത ഈ ആ ഒരു എൻഡിലാണ് താഴ്ചയുള്ള ഭാഗം, ആ ഒരു എൻജിൻ വെച്ചിട്ടുള്ള ഒരു ഭാഗത്താണ് ഏറ്റവും കുണ്ടുള്ള ഭാഗം. അപ്പോൾ അങ്ങോട്ട് ഈ ഒരു സെൻറ്ററിലുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാനായിട്ട് ഒരു ചാല് പോലെ താമരയുടെ ഇലയൊക്കെ മാറ്റി ഒരു ചാല് രൂപത്തിൽ അങ്ങോട്ട് വെള്ളം ഒഴുകി പോകാനുള്ള രീതിയിൽ അവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടി നല്ല ആവേശത്തോടു കൂടി തന്നെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള വരാൽ, അതുപോലെ പൊരിക്ക്, അനാബസ് എന്നൊക്കെ പറയും, അതുപോലെ നല്ല സൈസുള്ള കടു, അതുപോലെ സിലോപ്പി, ചക്കപ്പൊണ്ണ, അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് മെയിനായിട്ട് ഇതൊന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയൊക്കെ വറ്റിച്ച് മീൻ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീൻ പിടുത്തത്തിനോട് അത്രയും ക്രേസുള്ള ആൾക്കാർക്ക് ആ ഒരു സംഭവം നടക്കുള്ളൂ. കാരണം ഇത്രയും വെയിലും കൊണ്ട് ഇത് പാടത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ അവിടെ ഈ ഒരു ചൂടത്ത് ഈ ഒരു വെയിലും കൊണ്ട് അവർ ഈ മീൻ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീൻ പിടിക്കാനുള്ള ഒരുപാട് മീനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ല, മീൻ പിടിക്കാനുള്ള ഒരു ക്രൈസ് മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് തന്നെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അതാ അവിടെ അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന മീനുകളൊക്കെ കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു താർപ്പായൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അത് കൂടാതെ മറ്റ് ഡ്രമ്മുകളും അതുപോലെ മറ്റ് ബോക്സുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയി തന്നെ കാണാം. അപ്പോൾ അത് അവിടെ നിന്ന് ഇപ്പോൾ പിടിച്ച് കൊണ്ടുവരുന്നൊരു വരാലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു വരാലാണ്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 1.25-2 കിലോ വെയിറ്റ് വരുന്ന ഒരു വരാലാണ്. അപ്പോൾ ഈ ഒരു സൈസ് ഉള്ളത് ഇതിന് താഴോട്ടുള്ള വരാലാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വരും സമയങ്ങളിൽ എത്രത്തോളം ഇവർക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ തുടക്ക സമയത്ത് കൂടുതലും കിട്ടുന്നത് സിലോപ്പികളാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും സിലോപ്പിയാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ സിലോപ്പി കിട്ടുന്നത് നേരെ അവർ 1 കിട്ടിയാലും 2 കിട്ടിയാലും പെട്ടെന്ന് തന്നെ അതിനടുത്ത് വെള്ളത്തിലോട്ട് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. കാരണം സിലോപ്പി പെട്ടെന്ന് തന്നെ ചാവും. ഇനിയിപ്പോൾ വെള്ളത്തിലാക്കിയാലും ചാവും ഈ ഒരു സിലോപ്പി. പക്ഷേ എങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഒരു സിലോപ്പി ടൈപ്പ്, സിലോപ്പി, ചക്കപ്പൊണ്ണ ആ ഒരു ടൈപ്പ് മീനുകളെ സെപ്പറേറ്റ് ആയി പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ചേടക്കറി മേടിച്ച റിയാസ് ഒന്നാണ് കൊടുക്കടാ. ആ മറ്റേ അതിലുള്ളതും കൂടി ഇട്ടോ തമ്പുരാ, അതിലുള്ളതും കൂടി അതിലിട്ടോ. ചേട്ടാ റിയാസ വിട്ടിക്കണോ?
മൂത്രയിച്ചോളൂ. ഗൈസ്, അപ്പോൾ മീൻപിടുത്തത്തിനിടയിൽ നമ്മൾ ഈ ഒരു സുഹൃത്തിനെ ചെറുതായി ഒന്ന് കടുകുത്തി ഓടുന്ന രസകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളൊക്കെ ഇവിടെ കൊടുന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവർ വേർതിരിക്കുന്നത്. അതായത് കണ്ണന്, അതുപോലെ പൊരിക്ക്, കടു അങ്ങനെയുള്ളതൊക്കെ വേർതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇൻചാർജ് നമ്മുടെ ഈ ഒരു സുഹൃത്തിനാണ്. കേക്ക് വൃത്തിയാക്കി എത്ര പോലെ പണിയെടുക്കണം. ഗൈസ്, അപ്പോൾ ഒരു അംഗം കഴിഞ്ഞ് എല്ലാവരും ഇതേ കയറി വരികയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവർ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കുഴിയാണ് മെയിനായിട്ട്, ആ ഒരു കുഴിയിലാവും കംപ്ലീറ്റ് മീനുകൾ ഉണ്ടാവുക. അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു കുഴിയിലും മീൻ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അതേ എല്ലാവരും ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊറാട്ടയും ചിക്കൻ കറിയാണ് സ്പെഷ്യല്. അപ്പോൾ അതേ മീൻപിടുത്തം പകുതി ആയപ്പോഴേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു താർപ്പായിലാണ് വരാലിനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ കാണാൻ കഴിയും, ഒരുപാട് വരാലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല സൈസ് ഉള്ളത് ഒരു മീഡിയം സൈസ് ഒക്കെയാണ് ഇതിലാക്കിയിട്ടുള്ളത്. ഇനി ഇതിലും ചെറിയ സൈസ് വരാലുകൾ, അതുപോലെ പൊരിക്ക്, അതുപോലെ കടു അങ്ങനെയുള്ളതൊക്കെ വേറൊരു ബോക്സിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 2 ബോക്സ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കോരിയിട്ട് ഇവിടെ ഒരു വലിയൊരു കൊട്ടത്തടം കാണാൻ കഴിയും. അപ്പോൾ അതിലോട്ട് ആക്കുന്നുണ്ട്. അവിടെ നിന്ന് വലയിൽ കോരി ഇവിടെ കൊടുന്ന് ചെരിയുന്നുണ്ട്. അതുപോലെ സിലോപ്പികളൊക്കെ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഡ്രമ്മിലാണ്. അപ്പോൾ ഇതിപ്പോൾ പകുതി ആയപ്പോഴേക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള വരാലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അത് കൂടാതെ നല്ല രീതിയിൽ കടു, നല്ല സൈസുള്ള കടു, ഏകദേശം ഒരു നമ്മളെ മുട്ടിൻ്റെ ലെങ്ത് വരുമ്പോൾ കടുവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ബാക്കി നമുക്ക് മീൻപിടുത്തം കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കുഴിയിൽ നിന്ന് മീൻ പിടിക്കുന്ന ആ ഒരു കാഴ്ചയിലോട്ട് പോകാം. അപ്പോൾ കുഴിയിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഴിയിലൊക്കെ താമരയുടെ ഇലയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു സുഹൃത്ത് ഇതേ വെട്ടി ക്ലിയർ ആക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ. ഗൈസ്, അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ആ ഒരു കുഴിയിലോട്ട് ഇറങ്ങിയത് മീൻപിടുത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ ഈ ഒരു കുഴി പിടിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ബത്തക്ക വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ബത്തക്ക വെള്ളം എല്ലാവർക്കും, കുഴിയിലുള്ളവർക്കും എല്ലാവർക്കും ബത്തക്ക വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലുള്ള എല്ലാവരും ബത്തക്ക വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷമാവും ഒന്ന് എനർജി ആയാലും, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഒരു എനർജിക്കായിട്ട് അത് എല്ലാവരും കുടിച്ച് ഇത് വീണ്ടും മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാം മുന്നേക്ക് നേരെ മുന്നേ കിടക്ക്. ആ കാണുന്നു. അയ്യോ. അതാ ചണ്ടിന്റെ അടിയിൽ നിന്ന് വന്നില്ല അതാ കണ്ണൻ തട്ട. ഏയ് തട്ട് കറക്റ്റ് ആയില്ല. എന്നെ പൊക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മളെ മീൻപിടുത്ത പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ആ ഒരു വെള്ളം അടിച്ച് വാർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എൻജിന് കാര്യങ്ങൾ കംപ്ലീറ്റ് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അതെ വെള്ളമൊക്കെ അടിച്ച് ആ ഒരു മേത്തുള്ള ചളിയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇവർ ഈ ഒരു കുഴി വറ്റിച്ച് ഇവർക്ക് എത്രത്തോളം മീൻ ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടി, അതുപോലെ എത്ര രൂപക്കാണ് ഇവർ ഈ ഒരു കുഴി വാങ്ങിയത്, അതുപോലെ ഇവർക്ക് ഈ ഒരു കുഴിയിൽ നിന്ന് ഇവർ വിചാരിച്ച ആ ഒരു മീൻ കിട്ടിയോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവർക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു താർപ്പായി കാണാൻ കഴിയും. അപ്പോൾ അതിലാണ് ആ ഒരു കുഴിയിൽ നിന്ന് പിടിക്കുന്ന വരാലുകളൊക്കെ കൊടുന്നാക്കിയിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ്, അതായത് ഒരു 1.5, 1.25, 2 കിലോ പ്ലസ് സൈസ് വരുന്ന വരാലുകളൊക്കെ ഈ ഒരു താർപ്പായി ആക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു മീഡിയം സൈസ്, അതിന് താഴോട്ടുള്ള ഒരു മീഡിയം സൈസ് വരെയുള്ള വരാലുകളൊക്കെ ഒരു താർപ്പായിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എത്രത്തോളം വരാൽ ഇതിൽ കിട്ടിയെന്ന്. അപ്പോൾ ഈ ഒരു താർപ്പായ മുഴുവനായിട്ട് വരാലുകളാണ് ഇതിൽ. അപ്പോൾ ഇത് കൂടാതെ ഒരു മീൻ ബോക്സ് ഇവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു മീൻ ബോക്സിലോട്ടാണ് അവിടെ നിന്ന് കുഴി വറ്റിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്ന മീനുകളൊക്കെ ആ ഒരു മീൻ ബോക്സിലോട്ടാണ് ഇടുന്നത്. അതായത് നമ്മൾ കൊട്ടക്കയിൽ സൈസ് വരാല് എന്നൊക്കെ പറയും. ഇപ്പോൾ കണ്ണന് ഒരു ചെറിയ സൈസിലുള്ള വരാല്, അപ്പോൾ അങ്ങനെയുള്ള വരാലുകൾ, അതുപോലെ നമ്മളെ പൊരിക്കുക അനാബസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു മീനും അതുപോലെ കടു അതൊക്കെ മിക്സഡ് ആയിട്ട് ഈ ഒരു മീൻ ബോക്സിലാണ് ഇടുന്നത്. അതുപോലെ അത് കൂടാതെ ഇവിടെ വേറൊരു പാത്രം കൂടി കാണാം. അപ്പോൾ അതിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് കടുവിനെ മാത്രം സെപ്പറേറ്റ് ആയി വെച്ചതാണ്. പക്ഷെ അത് കൂടാതെ ഈ ഒരു മീൻ ബോക്സിലും കടുവ് ഒക്കെ മിക്സഡ് ആയിട്ടാണ്. അപ്പോൾ ഇനി അതൊക്കെ വേർതിരിക്കാനുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മീൻ ബോക്സ് ഫുള്ളാകുമ്പോൾ ഇവിടെ നിന്ന് കോരി മുകളിലോട്ട് കൊടുക്കും. മുകളിൽ അവിടെ ഒരു ചെറിയൊരു ടാങ്ക്, ഒരു കൊട്ടത്തടം പോലുള്ള ഒരു ടാങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മീൻ ബോക്സ് ഫുള്ളാകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുക. അതുപോലെ മറ്റൊരു ഡ്രം ഇവിടെ ഇരിക്കുന്നത് കാണാം. ആ ഒരു ഡ്രമ്മിലാണ് സിലോപ്പി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സിലോപ്പി ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറേ സിലോപ്പി പെട്ടെന്ന് തന്നെ ഡെഡ് ആവും. അപ്പോൾ അങ്ങനെ ഡെഡ് ആവുന്ന സിലോപ്പികളൊക്കെ പെട്ടെന്ന് തന്നെ ഇവർ ഈ ഒരു ഡ്രമ്മിൽ നിന്ന് എടുത്ത് അവിടെ ഫ്രീസറിലോട്ടൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ സിലോപ്പികൾ കാണാത്തത്. എന്നാലും അത്യാവശ്യം സിലോപ്പികൾ ഈ ഒരു ഡ്രമ്മിലുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് സിലോപ്പി കൂട്ടാതെ ഇവർക്ക് മറ്റ് ചെറുവക മീനുകൾ, അതായത് കടു, പൊരിക്ക്, ചെറിയ ടൈപ്പ് കണ്ണന്, അങ്ങനെയുള്ളത് മാത്രം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു കൊട്ടത്തടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ കംപ്ലീറ്റ് ഇവർക്ക് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് മീനുകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കൊട്ടത്തടം മുഴുവനായിട്ട് മീനുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഫുള്ളായിട്ട് ഇതൊരു വലിയൊരു ടാങ്കാണ് ഇത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവർക്ക് ചെറിയ ടൈപ്പ് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വലിയ സൈസ് വരാലുകൾ, അതുപോലെ ഒരു മീഡിയം സൈസ് വരാലുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു താർപ്പായിൽ കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം ഇത്രത്തോളം മീനുകളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2 കിലോനൊക്കെ വരും അല്ലേ? അപ്പോൾ ഈ കിട്ടിയ മീനുകളൊക്കെ കാണാനായിട്ട് തന്നെ ഒരുപാട് ഇവിടെ ചുറ്റുഭാഗമുള്ള അയൽവാസികളും ഒരുപാട് പേര് ഇത് കാണാനായിട്ടൊക്കെ എത്തിയിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ അയൽവാസികളിലുള്ള താത്തമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു മീൻ കിട്ടി, എത്രത്തോളം മീൻ കിട്ടി എന്നുള്ള ഒരു കിട്ടിയ മീനുകളൊക്കെ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, ടോട്ടൽ എത്ര കിലോ മീൻ ഈ ഒരു കുഴി വെറ്റിച്ച് ഇപ്പോൾ കിട്ടി, അതുപോലെ എത്ര രൂപക്കാണ് ഇത് എടുത്തത്, അങ്ങനെയുള്ള മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അനീഫ്ക, ഏകദേശം ഇപ്പോൾ എത്ര കിലോ മീൻ കിട്ടി, അതുപോലെ ഈ ഒരു മീൻ പിടുത്തത്തിന് എത്ര ഏകദേശം എക്സ്പെൻസായി, അതുപോലെ എത്ര രൂപയ്ക്കാണ് ഈ കുയ്യ് വാങ്ങിയത്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഏകദേശം 1.5 കിൻഡിൽ കണ്ണനും, പിന്നെ 50 കിലോന് കടും, പിന്നെ ഒരു 30 കിലോന് സുലോപ്പിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഇത് പിന്നെ ഒരു കുഴി അങ്ങനെ വാങ്ങിയതല്ല പകുതിയായിട്ട് ഓണർക്ക് പകുതി ഞങ്ങൾ പകുതി വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെയാണ്. രണ്ടു കൂട്ടർ കൂടി പിന്നെ എക്സ്പെൻസ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ എല്ലാ വർഷവും ഇതേമാതിരി തന്നെയാണ് ഞങ്ങൾ ചെയ്യാറല്ലേ? അപ്പൊ എല്ലാ പ്രാവശ്യം കിട്ടണ ആ ഒരു മീൻ കിട്ടിയപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് കുറവാണ്. എന്നാലും ഏകദേശം ഒക്കെ ഉണ്ട്, ഏകദേശം ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ മീനുകളെല്ലാം ഇനി ഇവർ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇതിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫിഷിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.